സിനിമയിലും അതുപോലെ തന്നെ സീരിയലിലും അങ്ങനെയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലാണല്ലേ ആക്ഷനും കട്ടുമൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈയിടെയായി സെൻസർ ബോർഡിന്റെ കട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതലായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനൊക്കെ കട്ട് പറയണം? ആർക്കാണ് ഹാലിളക്കം? കോടതി ശരിക്കും നീതിപൂർവമായിട്ടുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ സെൻസർ ബോർഡ് അനാവശ്യമായി കത്തിവെക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഹാൽ സിനിമയിലും നമ്മൾ കാണുകയാണ്. ചില രംഗങ്ങൾ ഒഴിവാക്കണമെന്ന സെൻസർ ബോർഡിന്റെ പിടിവാശിയും തിരുത്തിന് തയ്യാറല്ലെന്ന നിർമ്മാതാക്കളുടെ നിലപാടുമാണ് വിവാദം ഇപ്പോൾ ചൂടുപിടിപ്പിക്കുന്നത്. സിനിമയിലെ ഒരു രംഗവും ഒഴിവാക്കാനാകില്ലെന്നും ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും എന്നുമാണ് നിർമ്മാതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട്. 2 രംഗങ്ങൾ ഒഴിവാക്കാമെന്ന് കോടതിയെ അറിയിച്ചത് അഭിഭാഷകന്റെ പിഴവാണെന്ന് സംവിധായകൻ റഫീഖ് വീര റിപ്പോർട്ടറിനോട് പറയുകയാണ്. റഫീഖിന് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. കോടതി ശരിക്കും നീതിപൂർവമായിട്ടുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതായത് ഫസ്റ്റ് CBFCയുടെ ഒരു നോട്ടീസിൽ 1 മുതൽ 6 വരെയുള്ള പാരഗ്രാഫിലാണ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ തന്നെ പറഞ്ഞു 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും 5ഉം 6ഉം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് തീരുമാനിക്കാം, പിന്നെ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് കടക്കാം എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ അഡ്വക്കേറ്റ് ഉദ്ദേശിച്ചത് കോടതിയിലെത്തുമ്പോൾ 5ഉം 6ഉം ഞങ്ങൾ കട്ട് ചെയ്തോളാം എന്നുള്ളത് ആ രീതിയിലാണ് കോടതി എടുത്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ 5ഉം 6ഉം കക്ഷികൾ സമ്മതിച്ചിരിക്കുകയാണ്. കക്ഷികൾ അംഗീകരിച്ചതിൻ്റെ മുകളിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും കക്ഷിയായിട്ടുള്ള ഞാനോ പ്രൊഡ്യൂസർ ജൂബി തോമസോ ഞങ്ങൾ 2 പേർക്കും ആക്സെപ്റ്റ് അല്ല. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ നെക്സ്റ്റ് ഡേ ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം ഇഷ്ടാനുസരണം സെൻസർ ബോർഡിന് പ്രയോഗിക്കാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ വിമർശനം. അതേസമയം സിനിമയിൽ നിന്ന് ബീഫ് ബിരിയാണി രംഗങ്ങളും ധ്വജപ്രണാമം അടക്കമുള്ള പരാമർശങ്ങൾ നടത്തുന്ന 15 ഭാഗങ്ങളും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡ്. ആവിഷ്കാര സ്വാതന്ത്ര്യം തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സെൻസർ ബോർഡിനെതിരെ സിനിമാ രംഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. സായ്കുമാറും ഷാബാസ് അഹമ്മദും ലേബി സജീന്ദ്രനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സായ്കുമാറിലേക്ക്. സായ്കുമാർ, ഞങ്ങളുടെ സിനിമയിൽ കട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയണം എന്ന് ആദ്യം മുതൽ തന്നെ ഹാൽ ടീം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അവരുടെ ഭാഗത്തു നിന്ന്, അവരുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പാകപ്പിഴ അത് അവർക്ക് തന്നെ ഒരു പ്രതിസന്ധിയാകുന്ന സാഹചര്യമാണോ? ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഹാൽ ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? തീർച്ചയായും സുജയ, കോടതിയിൽ നിയമ പോരാട്ടം നടത്തി വിജയം നേടിയെടുത്തിട്ടും വീണ്ടും കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടി വരും. ഏകദേശം 6ഓളം കട്ടുകളാണ് ഇതിൽ സെൻസർ ബോർഡ് പറഞ്ഞത്. അതിൽ 4 എണ്ണം ഹൈക്കോടതി നീക്കിക്കൊടുക്കുകയും ചെയ്തു. അതിൽ 2 എണ്ണം, അതിൽ ധ്വജപ്രണാമം എന്ന് പറയുന്നതും രാഖി കെട്ടുന്ന രംഗവും, ആ 2 എണ്ണവും സിനിമാ നിർമ്മാതാക്കൾ തന്നെ ഒഴിവാക്കാം എന്ന് അംഗീകരിച്ചുകൊണ്ട് കോടതി ഇടപെടുന്നില്ല എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ സിനിമ അണിയറ പ്രവർത്തകർ, സംവിധായകനടക്കം പറയുന്നത് തങ്ങൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. അതിൽ സെൻസർ ബോർഡ് പറഞ്ഞ ഒരു ഭാഗവും കട്ട് ചെയ്യാൻ തങ്ങൾ ഒരുക്കമല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. പക്ഷേ അതിൽ അഭിഭാഷകന് സംഭവിച്ച ഒരു പിഴവാണ്. അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് സിനിമയ്ക്ക് അത്ര അഭിവാജ്യമായ കാര്യങ്ങളല്ല, രംഗങ്ങളല്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന തരത്തിലുള്ളൊരു പ്രതികരണം അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഈ കേസിന്റെ വാദത്തിനിടെ ഉണ്ടായതാണ്. കോടതി മുഖവിലക്കെടുക്കുകയും അതിലേക്ക് കോടതി കടക്കുകയും ചെയ്യാതെ അത് ഒഴിവാക്കുന്ന രംഗമാണ് എന്ന് കോടതി വിധി പറയുകയും ചെയ്തത്. പക്ഷേ തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ആ രംഗങ്ങളും ഒഴിവാക്കാൻ തങ്ങൾ ഒരുക്കമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ വിധിക്കെതിരെ അവർ പുനഃപരിശോധനാ ഹർജിയുമായി പോവുകയാണ്. കോടതിയിൽ ഇങ്ങനെ പറഞ്ഞ അഭിഭാഷകനെ അവർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവാണ്. അതുകൊണ്ട് വീണ്ടും ഈ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിർബന്ധിതരായിരിക്കുകയാണ്. സുജയ. ഓക്കെ സായ്കുമാർ, ഷാബാസ് കൂടിയുണ്ട് നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, കോടതിയുടെ ഭാഗത്തു നിന്ന് കട്ട് വീഴുന്നത്, അല്ലെങ്കിൽ കോടതി സെൻസർ ബോർഡിന്റെ കട്ടിനിടയിൽ ഇടപെടുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം കോടതി കയറുന്നത് നമ്മളിപ്പോൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഹാൽ സിനിമയുടെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള നിലപാട് എന്തായിരിക്കുമെന്നതാണ് നമുക്കറിയേണ്ടത്. വിമർശനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ വരുന്നത്?
സുജിയ, സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഹൈക്കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആദ്യമായി സെൻസർ ബോർഡിന്റെ നിലപാട് ഈ സിനിമ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണ് എന്നതായിരുന്നു. പക്ഷേ ഹൈക്കോടതി നിലപാട് തീർത്തും അതിനെതിരാണ്. കാരണം ഈ സിനിമ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയല്ല. ഈ സിനിമയിൽ ലവ് ജിഹാദിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഇതിലില്ല എന്ന നിലപാടാണ് കോടതി ഇതിൽ സ്വീകരിച്ചത്. ഒപ്പം മതേതര ലോകത്തിന്റെ സന്ദേശങ്ങളെ അവതരിപ്പിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് ഈ ഭരണഘടനാപരമായി മതേതരമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് ഈ സിനിമയിലുള്ളത്. അത്തരത്തിൽ ഈ ഭരണഘടനാപരമായ നിലപാടുകളോട് ചേർന്ന് പോകുന്ന സിനിമയാണ് ഇത്. അത്തരത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണമായി കോടതി കണ്ടെത്തിയത്. ഒപ്പം ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകുമെന്നായിരുന്നു സെൻസർ ബോർഡ് അറിയിച്ചിരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഏത് സിനിമയ്ക്കും സെൻസർ ബോർഡ് നൽകുന്ന അധികാരം അത് ഈ സെൻസർ ബോർഡ് നിക്ഷിപ്തമാണ്. ഏത് സിനിമയ്ക്ക് ഏത് സർട്ടിഫിക്കറ്റ് നൽകണമെന്നത് സെൻസർ ബോർഡിന് തീരുമാനിക്കാം. പക്ഷേ അത് അത്തരം അധികാരങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നത് പാടില്ല എന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സിനിമയ്ക്ക് അനുകൂലമായ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സെൻസർ ബോർഡ് നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളെയും കോടതി തള്ളിക്കളയുകയാണ്. സിനിമയിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു സെൻസർ ബോർഡ്, പക്ഷേ അതില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗുഡ് ഈവനിംഗ്. സെൻസർ ബോർഡും കടുപ്പിച്ച് നിൽക്കുകയാണ്. സെൻസർ ബോർഡ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഇടപെടുന്നത് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ടുമല്ല. ഇവിടെ പക്ഷേ ആ നീക്കം വിലപ്പോകും. സുജയ, ഒരിക്കലും ഈ വിലപ്പോകില്ല എന്ന് തന്നെ പറയണം. കാരണം സെൻസർ ബോർഡ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ തയ്യാറായിട്ടില്ല. അതായത് സുജയ ഓർക്കണം, ബീഫ് ബിരിയാണി എന്ന് പറയുന്ന ഭാഗം, അതുപോലെ തന്നെ ധ്വജപ്രണാമം, ഗണപതി വട്ടം, ഒപ്പം സംഘമിത്രം തുടങ്ങിയ കുറേ ഭാഗങ്ങൾ പറയുന്നു. ഈ വാക്കുകളൊക്കെ കടന്നു വരുന്ന സീനുകളെല്ലാം ഒഴിവാക്കുക. ഇതെല്ലാം ഒഴിവാക്കിയാൽ പോലും എ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ആ നിലപാടിൽ ഇപ്പോഴും സെൻസർ ബോർഡ് ഉറച്ചു നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരവ് നടപ്പാക്കി, അതായത് നേരത്തെ JSKയുടെ കാര്യത്തിൽ വന്നതുപോലെ ഒരു ഉത്തരവ് വന്നെങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായി സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു അയവ് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഇത്തരത്തിൽ സെൻസർ ബോർഡ് തുടർച്ചയായി കടന്നുകയറ്റം നടത്തുന്നു എന്ന ആരോപണമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്നത്. അത് തന്നെയാണോ പൊതുജനത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ലേബി സജീന്ദ്രൻ.